സ്പൂണ്. രാവിലെ തന്നെ നമ്മൾ കുറ്റിയും പറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതെ ഗൈസ്, 2026 ആദ്യത്തെ സൺഡേ. ഇറങ്ങിയ വഴിക്ക് പള്ളിമുക്കിൽ നിർത്തി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയെ. ഇപ്പം ഏകദേശം ഒരു 5:45, 6 മണിയായി കാണും. നമ്മൾ വന്നത് നീണ്ടകരയിലാണ്, മീൻ മേടിക്കാനാണ് ഉദ്ദേശം. പക്ഷെ അവിടെ വന്നപ്പോൾ മൊത്തം ചാളയുടെ ചാകരയായിരുന്നു. നോക്കുന്നിടത്തും വള്ളത്തിലും ബോട്ടിലും എല്ലാം ചാള തന്നെയായിരുന്നു. പട്ടി ചന്തയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായി. ഇതൊക്കെ ബോട്ടിൽ വന്ന കൊഞ്ചാന്ന് തോന്നുന്നു, പക്ഷെ അത് നമ്മൾ മേടിച്ചില്ല. അവിടുന്ന് ഒന്നുമേ മേടിച്ചില്ല. തിരിച്ച് കാവനാട് വഴിയാണ് വന്നത്. നല്ല സൺറൈസ് ഒക്കെ കണ്ട് ബീച്ചിലോട്ട് പിന്നെ വന്നു. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി മീൻ മേടിച്ചത്. കേരച്ചൂരിയാണ് മേടിച്ചത്. കുറച്ച് നേരം ബീച്ചിൽ ഇരുന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് സലീമിൽ വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ അടിപൊളിയായിരുന്നു. ഞാൻ 2 ദോശയും കുഞ്ഞ് 2 പൊറോട്ടയും. എനിക്കൊന്ന് കൊല്ലത്ത് ഞായറാഴ്ച ഇതിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കിക്സയിൽ വന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ആക്ച്വലി നമ്മൾ ഉദ്ദേശം ഫിഷ് ബിരിയാണിയാണ്. അതിനുള്ള പർച്ചേസൊക്കെ നടത്തി. പിന്നെ ഇത് ആക്ച്വലി ലോങ്കൻ ഫ്രൂട്ട് എന്ന് പറയും. ബ്ലഡ് ഉണ്ടാവാൻ നല്ല ഫ്രൂട്ടാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ ക്രോക്കറി സെക്ഷനിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ചെയ്ത് ഞാൻ നോക്കുന്നിടത്ത് എടുത്ത് വെച്ച് കളിക്കുന്നു. സാരമില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നടന്ന് നമ്മൾ സാധനമൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. ചൂരയാണിത്. പിന്നെ ഞാൻ കാട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാട വീട്ടിൽ മേടിച്ച് ഫ്രൈ ചെയ്യാൻ പോണത്. ആക്ച്വലി അത് മുങ്ങിപ്പോയിരുന്നു, പക്ഷെ മുങ്ങിയല്ല, നമ്മളിൽ തവ ഫ്രൈ വേണമൊക്കെ ചെയ്തത്. വന്ന വഴിക്ക് തന്നെ ഇതൊക്കെ പൊട്ടിച്ച് കഴിച്ചു. കുഞ്ഞിന് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവള് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്, ആക്ച്വലി റെസിപ്പി ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ് ഒന്നും. ജസ്റ്റ് അവിടെ ഇവിടെ അത്ര മാത്രമേ ഉള്ളൂ. ബിരിയാണി അരിയൊക്കെ കഴുകി അങ്ങനത്തെ കുറച്ച് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അരിയൊക്കെ കഴുകി കുതിരാൻ വെച്ചു. പിന്നെ ഞാൻ അതിനിടയ്ക്ക് കുറേ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുന്തിരി ഉപ്പിലിട്ട് വെച്ച എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. നല്ല ടേസ്റ്റായിരുന്നു. പുളിയും മധുരവും നല്ലതായിരുന്നു. പിന്നെ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ സവാളയും കുച്ചുള്ളിയൊക്കെ അരിയാനായിട്ട് നേരെ ഹാളിൽ വന്നിരുന്നു. പിന്നെ കൊച്ചാടെയും മോളുടെയും അടികൂടലും ഇടികൂടലൊക്കെ കണ്ടിട്ട് എന്തായാലും ഭയങ്കര എൻ്റർടൈൻ ആയിട്ടാണ് ജോലിയൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ എല്ലാം ഒരു ശടപടേന്നായിരുന്നു. എല്ലാം പെട്ടെന്ന് പൊരിച്ചു, കുക്ക് ചെയ്തു. കുറച്ച് ഞാരുടെ ശബ്ദമില്ലാതെ നോക്കിയപ്പോഴത്തേനും ഇവർ രണ്ടുപേരും മേളിൽ കയറി എന്തോ കാക്കക്കൂട് പൊളിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. എന്തോ മേളിൽ കാക്കക്കൂട് ഇരിക്കുകയാണ്, അത് പൊളിച്ച് കളയാനായിട്ട്. പിന്നെ ടെസ്റ്റർ വന്നെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് നെയ്ച്ചോറ് പോലെ വെച്ച് പറ്റിച്ച് പിന്നെ കാട ഫ്രൈ ഒക്കെ ആക്കി നമ്മളൊരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനിരുന്നു. ഇനി നെക്സ്റ്റ് സൺഡേ ഞാൻ റെസിപ്പി ആയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.